أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صلاة الجنازة مشروعة للجميع മയ്യത്ത് നിസ്കാരം മുഴുവൻ ആളുകൾക്കും നിയമമാക്കപ്പെട്ടതാണ്. ലിർരിജാലി വന്നിസാഇ, സ്ത്രീകൾക്കും മയ്യത്ത് നിസ്കരിക്കാം, പുരുഷന്മാർക്കും മയ്യത്ത് നിസ്കരിക്കാം. വഹിയ ഫർളു കിഫായ, മയ്യത്ത് നിസ്കാരം എന്നുള്ളത് സാമൂഹികമായ ഒരു ബാധ്യതയാണ്. ഇദാ ഖാമ ബിഹാ വാഹിദുൻ, സമുദായത്തിൽ നിന്ന് ഒരാൾ അത് നിർവഹിച്ചാൽ കഫ, അത് മതിയാകും. അജ്സഅത്ത്, എല്ലാവരും അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകും. ലാക്കിൻ, എന്നാലും സുന്നത്ത് അയ്യുസല്ലിയ അലൈഹ അൽ ജമുൽ ഗഫീർ, ഒരു സംഘം ആളുകൾ മയ്യത്ത് നിസ്കരിക്കണം. അതാണ് അതിൻ്റെ സുന്നത്തായ രൂപം. എന്തുകൊണ്ടെന്നാൽ വഖദ് സഹ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസല്ലി അലൈഹി അർബഊന റജുല, ഒരു സത്യവിശ്വാസിയുടെ മേൽ, ഒരു മുസ്ലിമിന്റെ മേൽ 40 ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാൽ ലാ യഷ്കുറൂഹു ലാ യുശ്രികൂന ബില്ലാഹി ഷൈആ, ഏത് 40 ആൾക്കാർ? അള്ളാഹുവിൽ യാതൊരു ശിർക്കും ചെയ്യാത്ത സ്ഫുടമായ വിശ്വാസമുള്ള, തൗഹീദിൽ വിശ്വസിക്കുന്ന 40 പേർ ഒരു മയ്യത്തിന്റെ മേലിൽ നിസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവരുടെ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആ മയ്യത്തിന് അല്ലാഹു തആല കബൂൽ ചെയ്യും. ചുരുങ്ങിയത് 40 ആളെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ മേലുള്ള മയ്യത്ത് നിസ്കാരത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫുഖാക്കൾ പറയുന്നത്. അഥവാ ജുമാക്ക് 40 പേർ ഉണ്ടെങ്കിലാണ് ജുമാ ശരിയാകുക എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ നിയമം. എന്നതുപോലെ തന്നെ ഒരു മയ്യത്തിന്റെ മേലിൽ 40 പേരെങ്കിലും നിസ്കരിക്കണം. അതാണ് അതിൻ്റെതായ ഒരു രൂപം. വഫീ ലഫ്ലിൻ ആഖർ, മറ്റൊരു വചനത്തിൽ കാണാം, യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യുസല്ലി അലൈഹി ഉമ്മത്തും മിനൻ നാസ്, ഒരു മുസ്ലിമിന്റെ മേലിൽ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിസ്കരിക്കണം. യബ്ലഗൂനൽ മിആ, 100 പേർ നിസ്കരിക്കണം. കുല്ലുഹും യശ്ഫഊന ഫീ, എല്ലാവരും ആ മയ്യത്തിന് വേണ്ടി അല്ലാഹുവോട് ശുപാർശ ചെയ്യുകയാണ്, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. ഈ ഹദീസിൽ 100 പേരെങ്കിലും ഉണ്ടാകണമെന്നതാണ്. അഥവാ എണ്ണമല്ല ഇവിടുത്തെ ഒരു കണക്ക്, നേരെ മറിച്ച് കൂടുതൽ പേർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കാളികളാകണം എന്നുള്ളതാണ്. അതാണ് മില്ലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന്റെ പ്രത്യേകത. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. മയ്യിത്ത് നിസ്കാരത്തിന് 7 ഫർളുകളുണ്ട്. ഒന്ന് നിയ്യത്താണ്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം, 4 തക്ബീറുകൾ ചെല്ലലാണ്, മൂന്നാമത്തത് ഫാത്തിഹ ഓതലാണ്, നാലാമത്തത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചെല്ലലാണ്, അഞ്ചാമത്തത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ആറാമത്തത് സലാം വീട്ടലാണ്, ഏഴാമത്തത് തർത്തീബാണ്. ഇങ്ങനെ 7 ഫർളുകളാണ് മയ്യത്തുള്ളത്. ഒന്നെന്താണ്? നിയ്യത്ത്. എന്താ നിയ്യത്ത്? ഉസല്ലി ഫർള സ്വലാത്ത ഹാദൽ മയ്യത്ത്, ഈ മയ്യത്തിന്റെ മേലുള്ള ഫർളായ നിസ്കാരം. അഥവാ സംഗതി മുഴുവൻ ആളുകൾക്കും അത് സുന്നത്താണ്, ഫർള് കിഫായാണ്. പക്ഷെ നിയ്യത്തിൽ ഫർള് എന്നാ പറയേണ്ടത്. ഒരാൾ ചെയ്താൽ എല്ലാവരും അതിൽ നിന്ന് ഉത്തരവാദിത്തത്തിന് ഒഴിവാകുമെങ്കിലും നിയ്യത്ത് ഫർള് കിഫായാണ്. ഉസല്ലി ഫർള സ്വലാത്തഹ അലാ ഹാദൽ മയ്യത്ത്, ഈ മയ്യത്തിന്റെ മേലുള്ള മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്നു നിയ്യത്ത്. ഇനി മറിഞ്ഞ പേരിലെ മയ്യത്താണെങ്കിലോ, അപ്പൊ പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിക്കില്ല, മറിഞ്ഞ നമ്മൾ കാണാത്ത പേര് വായിക്കുന്ന, അത് ഇമാം നിസ്കരിക്കുന്ന മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ മൊത്തം ആളുകളുടെ പേര് മൊത്തം പറയൽ പ്രയാസമാവില്ല. അപ്പോൾ ഇമാം നിസ്കരിക്കുന്ന ആളുകളുടെ
മക്കയിലെ മയ്യത്ത് നിസ്കാരം, അല്ലെങ്കിൽ ഇവിടെ വായിക്കപ്പെട്ട, അതാണ് ഇമാമ് കുറച്ച് ആളുകളുടെ പേര് വായിക്കും, ഒരു 10 പേര് വായിക്കും, അല്ലെങ്കിൽ ഒരു എണ്ണം പറയും, ഒരു 10-15 പേരുടെ മയ്യത്ത് നിസ്കാരമുണ്ട്, ആ പറയപ്പെട്ട ആളുടെ പേരിൽ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അത് മറഞ്ഞുകൊണ്ട് എന്നും അതാ ആയിക്കൊണ്ട് എന്നൊന്നും പറയല് മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട നീയത്തിൽ ഫർളല്ല. നീയത്തിലുള്ള ഫർള് ഈ മയ്യത്തിൻ്റെ മേലിൽ, ഈ പറയപ്പെട്ട മയ്യത്തിൻ്റെ മേലിൽ, അല്ലെങ്കിൽ ഈ വക്കപ്പെട്ട മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നാഫിയായും ഇൽമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.